ഇന്ന് നമ്മൾ ദൈവിക അധികാര വ്യവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു തിയോളജിക്കൽ ഏരിയ ആണ് അതോറിറ്റി. പലപ്പോഴും നമ്മൾ അതേക്കുറിച്ച് വേണ്ട വിധം ബോധവാന്മാരാകുന്നില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ അധികാര ശ്രേണി വ്യവസ്ഥയെക്കുറിച്ച് വളരെ അധികം റെഫറൻസസുകളുണ്ട്. ദൈവികാധികാര ശ്രേണി വ്യവസ്ഥയെ ഗ്രഹിക്കുവാൻ ആവശ്യത്തിലും അധികം റിസോഴ്സസ്, ഡേറ്റ നമുക്ക് ബൈബിളിൽ തന്നെ കിട്ടും. ആദ്യമായി നമ്മൾ അധികാരം എന്താണ് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും അധികാരവും ശക്തിയും തമ്മിൽ നമുക്ക് മാറിപ്പോവാറുണ്ട്. പല ആളുകളും അത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്, റോങ് ആയിട്ട് അവർ ധരിക്കാറുണ്ട്. അതുകൊണ്ട് അധികാരം എന്താണ്, ശക്തി എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. There's a difference between power and authority. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 20 ടൺ ഭാരം കയറ്റിയ ഒരു ലോറി, അല്ലെ അമേരിക്കൻ ഭാഷയിൽ ട്രക്ക്, ഒരു 100 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വരികയാണ് ഒരു റോഡിലൂടെ. അപ്പം അതിൻ്റെ മൊമെൻറ്റം എത്ര വലുതായിരിക്കും? മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ നമ്മൾ മൊമെൻറ്റമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത്ര വലിയൊരു ശക്തിയുള്ള ഒരു ട്രക്കാണ് വരുന്നത്. അപ്പോൾ വഴിയരികിൽ മെല്ലിച്ച ശരീരപ്രകൃതിയുള്ള ഒരു പോലീസുകാരൻ ആ ട്രക്കിന് കൈ കാണിക്കുകയാണ്, സ്റ്റോപ്പ്. ആ പോലീസുകാരൻ ഒരു 70 കിലോ തൂക്കമേ ഉള്ളൂ. ലോഡ് തന്നെ 20 ടണ്ണുള്ള 100 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഈ ട്രക്ക് പോലീസുകാരൻ കൈ കാണിക്കുമ്പോൾ അവിടെ നിൽക്കുകയാണ്. പവർ ഏതിനാണ് കൂടുതൽ? ഈ ട്രക്കിനാണോ ഈ പോലീസുകാരനാണോ? പോലീസുകാരനെ പോലെ അതുപോലത്തെ 100 പോലീസുകാരൻ നിന്നാൽ ഈ ട്രക്കിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ കഴിയില്ല. പവർ ട്രക്കിനാണ്. പക്ഷേ അതോറിറ്റി പോലീസുകാരനാണ്. അപ്പം പലപ്പോഴും പവർ അതോറിറ്റിയെ ഓവർറൈഡ് ചെയ്യുന്നുണ്ട്. അത് ദൈവിക അധികാര വ്യവസ്ഥയെ തകിടം മറിക്കലാണ്. ഇപ്പൊ കണ്ടംപററി ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളുണ്ട്. സമീപകാല സംഭവങ്ങളുമായിട്ട് നമുക്കിതിനെ കോർത്തിണക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. മലങ്കരയിലെ വിഷയങ്ങൾ തന്നെ നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ അധ്യക്ഷൻ അന്ത്യോക്യയിലെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്തുകൊണ്ട് പാത്രിയർക്കീസ് ബാവയെ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാൻ അവരോട് ബന്ധപ്പെടുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ല പാത്രിയർക്കീസ്. കാരണം അവർക്ക് സ്വന്തമായി വലിയ റോമിലെ മാർപ്പാപ്പയ്ക്കുള്ളതുപോലെ ഒരു ആസ്ഥാനമോ ഒരു പദവികളോ അങ്ങനെയുള്ളതൊന്നുമില്ല. സ്വന്തം സൈന്യമില്ല, അധികാരമില്ല. അങ്ങനെയുള്ള പവർ എന്നുള്ളതാണ്, പവറിന്റെ ഒരു ടേംസിലാണ് അവർ മനസ്സിലാക്കുന്നത്. അതോറിറ്റിയെ പവറിന്റെ വേർഷനായിട്ട് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചയാണ്. അതോറിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ദാൻ പവർ. പവർ അല്ല അതോറിറ്റി. ഇവിടെ അതോറിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പവറിന്റെ ടേംസിൽ അതോറിറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വീഴ്ച സംഭവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പവർ നോക്കുമ്പോൾ മലങ്കരയിലെ സഭയ്ക്ക്, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്കാണ് പവർ കൂടുതൽ. മണി പവർ, പൊളിറ്റിക്കൽ പവർ, അങ്ങനെയുള്ള പവറുകളുണ്ട്. പക്ഷേ അതോറിറ്റി, ദാറ്റ് മീൻസ് സ്പിരിച്വൽ അതോറിറ്റി, അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ തിയോളജിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവശാസ്ത്രത്തിൽ ഈ അതോറിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്.
പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും നമ്മൾ നോക്കിയാൽ 100 കണക്കിന് റെഫറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതോറിറ്റിക്കെതിരായിട്ടുള്ള ഓരോ പ്രവൃത്തിയെയും ബൈബിൾ വിളിക്കുന്ന ഒരു പേര് മത്സരം എന്നാണ്. മലയാളത്തിൽ സത്യവേദ പുസ്തകത്തിൽ മത്സരം എന്നാണ്, ഇംഗ്ലീഷിൽ അതിനെ റിബല്യൻ എന്നാണ് വിളിക്കുന്നത്. റിബല്യൻ. ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഗൃഹത്തെ തന്നെ ഹൗസ് ഓഫ് റിബല്യൻ എന്ന് ദൈവം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് മത്സരഗൃഹം, നിങ്ങളുടെ കുലം മുഴുവൻ മത്സരികളാണ്. സോ മത്സരഗൃഹം എന്ന് വിളിക്കുന്നുണ്ട്, ഹൗസ് ഓഫ് റിബല്യൻ. അപ്പം റിബല്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം തന്നെ ഇറ്റ് ഈസ് ആൻ ആക്ട് എഗനിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് അതോറിറ്റി എന്ന്. അപ്പൊ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അധികാരത്തിന് എതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മത്സരം എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ദൈവത്തിന്റെ ഹിതത്തോട് മറുതലിക്കുന്നതും ദൈവം ആക്കി വച്ചിരിക്കുന്ന അധികാരത്തോട് എതിർക്കുന്നതും മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയെയും അഹന്തയെയുമാണ് അത് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സ്വാർത്ഥതയെയും അഹന്തയെയും. അപ്പം നമ്മൾ ഈ ചിന്തിക്കും പലപ്പോഴും നല്ല കാര്യങ്ങളാണ് എന്ന് നോക്കും. ഇപ്പൊ ദൈവം എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? ഇസ്രായേലിന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ധാരാളം സ്റ്റോറീസ് ഓഫ് റിബല്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ മത്സരത്തിന്റെ കഥകളെ നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ ചരിത്രത്തിൽ മത്സരത്തിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട്. മത്സരങ്ങളെ മാറ്റുക, ദൈവ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുക. അപ്പൊ റിബല്യന്റെ ആന്റിഡോട്ട്, റിബല്യനെതിരായിട്ടുള്ള ഒരു മരുന്ന്, മറുമരുന്ന് എന്ന് പറഞ്ഞാൽ സബ്മിഷനാണ്, കീഴടങ്ങലാണ്, സമർപ്പണമാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് കീഴടങ്ങുവീൻ, ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങുവീൻ. അപ്പൊ ദൈവിക വ്യവസ്ഥയോട് കീഴടങ്ങുക. ഇപ്പോഴും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയാം, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പൊ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല, യേശു കർത്താവ് പറയുന്നത്. അപ്പൊ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുതലിക്കുന്നു. അത് റിബല്യനാണ്. ഇത് ദൈവത്തിന്റെ കൃപയുടെ അനായാസമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അപ്പൊ ദൈവ കൃപയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന അതിഗുരുതരമായ ഒരു പാപമാണ് മത്സരം. ഈ മത്സരം എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഇല്ലെങ്കിൽ, കുറെ സമയത്തേക്ക് അവിടേക്ക് ബ്ലഡ് ചെല്ലുന്നില്ലെങ്കിൽ അവിടുത്തെ കോശങ്ങൾ ചത്തുപോകും. ആ സെൽസ് ഒക്കെ ഡെഡ് സെൽസ് ആയി മാറും. അപ്പൊ ഒരു ഫ്ലോ ഉണ്ടാകണം. ലൈഫ് എന്ന് പറയുമ്പോൾ ഫ്ലോ, മനസ്സിലായ? ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ രക്തത്തിന്റെ ഒഴുക്കാണ് ജീവന്റെ തുടിപ്പ്. അപ്പൊ ഫ്ലോ എപ്പോൾ ബ്ലോക്ക് ആകുന്നു, അപ്പൊ അവിടെ ഡെത്ത് കയറി വരികയാണ്, മരണം കയറി വരികയാണ്. അതുപോലെ ദൈവത്തിന്റെ ചൈതന്യം എപ്രകാരമാണ് ഒഴുകി വരുന്നത്? ദൈവത്തിന്റെ ചൈതന്യം, ഒരു സഭയില് ദൈവത്തിന്റെ ചൈതന്യം വരുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് ശ്ലീഹ വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ചില ലൈവ് സെഷൻസ് ഒരുപാട് ആളുകളെ മാനസികമായി വലിയ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ ഓസ്ട്രേലിയ എന്നൊരു എബി എന്ന് പറഞ്ഞ ഒരു പേരുള്ള സഹോദരൻ വിളിച്ചു. പുള്ളിക്ക് വലിയ വിഷമാണ്. പുള്ളി ചെറുപ്പം മുതൽ കേട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കേൾക്കുന്നത് 100% അപ്പോസ്തോലിക ഉപദേശം,
ആണെന്ന് ഉറപ്പിക്കാന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ആൻഡ് യു ക്യാൻ ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ. ഇവിടെ കൃത്യമായിട്ട് ദൈവിക തിരുവെടുത്തുകളും സഭയുടെ പാരമ്പര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കുക, പൗലോസ് പറയുന്നത് കൊലാസ് ലേഖനത്തിലാണ് കേട്ടോ. കൊലാസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ 3 ടേംസ് നോക്കണം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ, അപ്പൊ ഫ്രം ദ ഹെഡ് ബോഡി ബൈ ജോയിന്റ്സ് ആൻഡ് ബാൻഡ്സ് ഹാവിംഗ് നറിഷ്മെന്റ് മിനിസ്റ്റേഡ് ആൻഡ് നിറ്റ് ടുഗദർ ഇൻക്രീസത്ത് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവികമായ വളർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തലയായവനിൽ നിന്ന് വയർലെസ് അല്ല, ബ്ലൂടൂത്ത് വഴിയല്ല, വയർലെസ്ലി ട്രാൻസ്മിറ്റിംഗ്. അത് പെന്തക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡോക്ട്രിനാണ്. പെന്തക്കോസ്തുകാരും ബ്രദറൻകാരും ഒക്കെ പറയുന്നതാണ്, ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ വരും യേശു ക്രിസ്തുവിൽ നിന്ന്. പക്ഷെ യഥാർത്ഥ ക്രിസ്തു ഉപദേശത്തിൽ there is no ബ്ലൂടൂത്ത് കണക്ഷൻ, നോ വയർലെസ് കണക്ഷൻ, വൈഫൈ ഇങ്ങനത്തെ ഒന്നുമില്ല. ഓൾഡ് ഫാഷൻ വയർഡ് കണക്ഷനാണ്. അതെങ്ങനെയാണ് വരുന്നത്? തലയായവനിൽ നിന്ന്, നിങ്ങൾ വായിച്ചോളൂ, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ ജോയിന്റ്സ് ആൻഡ് ബാൻഡ്സ് നിറ്റ് ടുഗദർ. അപ്പൊ തലയായവനിൽ നിന്നുള്ള ചൈതന്യമാണ് ശരീരത്തിലേക്ക് ഒഴുകുന്നത്. ഇഫ് യു വാണ്ട് ടു ബി എ മെമ്പർ ഓഫ് ട്രൂ ചർച്ച്, ആ സഭയ്ക്ക് ക്രിസ്തുവിനോട് നേരിട്ട് ബന്ധമുള്ളതായിരിക്കണം. അതാണ് ട്രൂ ചർച്ച്. നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ എല്ലാ ത്യാഗങ്ങളും സഹിക്കുകയും എല്ലാ ചെലവുകളും വഹിക്കുകയും ചെയ്തിട്ടും നിങ്ങളൊരു ട്രൂ ചർച്ചിലല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത് ബിലോങ് ടു എ ട്രൂ ചർച്ച്. അതാണ് അപ്പോസ്തോലിക് സക്സഷൻ. ഇതാണ് ലോകത്തിലെ പുരാതന സഭകളെല്ലാം മേക്ക് ഷുവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആധുനിക കാലത്താണ് ആ ചിന്തയ്ക്ക് മാറ്റം വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യമില്ല, നമുക്ക് തന്നെ കൂടി. കാരണം സഭ എന്നുള്ളത് ഒരു ലിവിങ് ഓർഗാനിസം എന്നതിനേക്കാൾ ഒരു ഓർഗനൈസേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ ഒരു എന്താണ് പറഞ്ഞത്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അപ്പോൾ ഒരു സന്തോഷം, ഒരു വിനോദം, ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ക്ലബ്ബ്. ആ രീതിയിലാണ് ഇന്ന് ആളുകൾ സഭയെ കാണുന്നത്. സോഷ്യലൈസ് ചെയ്യാനും എന്റർടൈൻമെന്റിന് വേണ്ടിയും ഒക്കെയുള്ള ഒരു കൂടിവരവ്. ആ ഒരർത്ഥം മാത്രമാണ് പാശ്ചാത്യ മേഖലയിൽ ഈ പുതുപ്രവണത സഭകൾക്കെല്ലാം ഉള്ളത്. അവർ കൂടി വരുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പിക്നിക്കിന് പോകുന്നു, അങ്ങനെ. അപ്പൊ അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മരിച്ചു കഴിയുമ്പോൾ കൊണ്ട് കുഴിച്ചിടുന്നു, പിന്നെ ഒരു പ്രത്യാശയൊന്നുമില്ല. പക്ഷെ ട്രൂ ചർച്ച് അങ്ങനെയല്ല. മരണം എന്ന് പറയുമ്പോൾ ആ മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 22:32, ലൂക്കാസ് സുവിശേഷം 20:38, ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം. അവിടെ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുകയാണ്, മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും ദൈവസന്നിധിയിൽ അവർ ജീവിച്ചിരിക്കുന്നു, അവർ മരിച്ചിട്ടില്ല. അപ്പൊ ദൈവസന്നിധിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് ലിഹ, പൗലോസ് ലിഹ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഗ്നാത്തിയോസ് ന്യൂറോനോ ഇങ്ങോട്ട് വന്ന എല്ലാ പിതാക്കന്മാരും പാത്രീർക്കീസുമാരും എല്ലാം ദൈവത്തിന്റെ സന്നിധി ജീവിച്ചിരിക്കുകയാണ്.
അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ക്ലൗഡാണ് ദൈവത്തിന്റെ സഭ. ഒരു വൃക്ഷമായിട്ട് സഭയെ കണക്കാക്കിയാൽ അതിന്റെ നമുക്ക് കാണപ്പെടാത്ത വേരുകളായിട്ടാണ് അദൃശ്യ മണ്ഡലത്തിൽ വാങ്ങിപ്പോയ വിശുദ്ധന്മാരും പിതാക്കന്മാരും നിൽക്കുന്നതെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ട്രൂ ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിങ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നാട്ടിൽ നമ്മളൊരു സംഘടന ഉണ്ടാക്കി, നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കി, നമ്മൾ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അനുകൂലമായ വിധികൾ സമ്പാദിച്ചു, അതുകൊണ്ട് നമ്മളാണ് ട്രൂ എന്ന് പറഞ്ഞാൽ നോ. അത് ദൈവത്തിന്റെ അധികാര വ്യവസ്ഥയോടുള്ള മറുതലിക്കലാണ്. ദൈവത്തിനൊരു അധികാര വ്യവസ്ഥയുണ്ട്, അത് ദൈവത്തിന്റെ അധികാര വ്യവസ്ഥയാണ്. ദൈവത്തിന്റെ അധികാര വ്യവസ്ഥയിൽ വേണം ദൈവിക ബ്ലെസ്സിങ്ങിനെ പ്രാപിക്കുവാൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ഭവിച്ചും ഏകീഭവിച്ചും. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏകീഭവിച്ചും. ആ ഏകീഭാവമാണ്, അല്ലാതെ പിരിഞ്ഞു പോക്കലോ 2 അകലോ 3 അകലോ പിണങ്ങിപ്പോകലോ ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ അധികാരം ദൈവം എന്ത് ചെയ്യുന്നു? പ്രാതിനിധ്യ സ്വഭാവത്തോടെ അതിനെ വിതരണം ചെയ്യുന്നു. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ദൈവം 3 ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. God established 3 institutions. ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയാണ്, കുടുംബം. കുടുംബത്തിനൊരു ഓർഡർ ഉണ്ട്. കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതിലൊരു അതോറിറ്റി ഉണ്ട്, അതിലൊരു ഹൈറാർക്കി ഉണ്ട്, അവിടെ ഒരു അധികാരത്തിന്റെ ശ്രേണി വ്യവസ്ഥയുണ്ട്. അടുത്തത് ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ അധികാര വ്യവസ്ഥയെക്കുറിച്ച്, ഗവൺമെന്റിനെ അനുസരിക്കേണ്ടതിനെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ധാരാളം റെഫറൻസസ് കാണാം. ഷുവർലി പുതിയ നിയമത്തിലും കാണാം. പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ, അതിനെ മിക്സ് ചെയ്യരുത്. റോമാലേഖനം 13 അധ്യായം വായിക്കുമ്പോൾ അധികാരത്തോട് മത്സരിക്കുന്നു, ദൈവവ്യവസ്ഥയോട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭൗതികമായ ഗവൺമെന്റിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. റെഫറൻസസ് ആർ ദെയർ. 3ാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചർച്ചാണ്. So how many institutions God has established? So there are 3 institutions. First institution is family. Second institution is government. And third institution is the church. ഇത് നിങ്ങൾ 3 അധികാര ശ്രേണി വ്യവസ്ഥകളുണ്ട്. ദൈവത്തിന്റെ അതോറിറ്റിയാണ് ഈ 3 സ്ഥലത്തും വർക്ക് ചെയ്യുന്നത്. അതേക്കുറിച്ച് ഈ പല ആൾക്കും തെറ്റിദ്ധാരണയുണ്ട് ഗവൺമെന്റിനെ കുറിച്ചൊക്കെ. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ എക്ലീഷ്യാസ്റ്റിക്കൽ അതോറിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, ദൈവസഭയുടെ അധികാര വ്യവസ്ഥ. അപ്പൊ ദൈവസഭയിലെ അധികാര വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളവിടെ കാണുകയാണ്. അതാണിപ്പോ കൊലാസ്യ ലേഖനത്തിൽ വായിച്ചത്. തലയായവനിൽ നിന്ന് ശരീരം മുഴുവൻ ചൈതന്യം പ്രവഹിക്കുന്നത് എങ്ങനെയാണ്? സന്ധികളിലൂടെയും ഞരമ്പുകളിലൂടെയും. റിമോട്ടഡ്ലി, വയർലെസ്ലി, വിയ ബ്ലൂടൂത്ത്, ഒരു സർവീസും ഇല്ല. അപ്പൊ ത്രൂ ദാറ്റ് കണക്ഷൻ, അപ്പൊ ആ കണക്ഷനിലൂടെ, ആ പിന്തുടർച്ചയിലൂടെ, ആ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്നതിലൂടെയാണ് ഈ ചൈതന്യം ലഭിക്കുന്നത്. അതാണ് അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ധാരാളം റെഫറൻസസുകൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട് കേട്ടോ. കാരണം 1 ശമൂവേൽ 15 നമ്മൾ മത്സരം ആഭിചാരം പോലെയാണെന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. അനുസരിക്കുന്നത് ബലിയേക്കാളും യാഗത്തെക്കാളും മുട്ടാണ്ടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. അപ്പൊ ദൈവത്തിന്റെ അധികാരത്തിന്റെ ശ്രേണി വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. അപ്പൊ ദൈവം വിരോധിച്ചതിനെ, വിലക്കിയതിനെ നേടാൻ ശ്രമിക്കുന്നത് മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തിന്റെ വിളിയോട് മറുതലിക്കുന്നത് മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. നല്ല കാര്യങ്ങൾ തെറ്റായ വഴിയിൽ നേടുന്നതും മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ കാര്യം നോക്കും, നല്ലതാ. ഉദാഹരണം, ഒരു പ്രൊമോഷൻ കിട്ടും, നല്ലതല്ലേ?
നല്ലതാ, പിള്ളേർക്ക് ഇഷ്ടമാണ്, ഡാഡിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്, വൈഫിന് ഇഷ്ടമാണ് അച്ഛന് പ്രൊമോഷൻ കിട്ടുന്നത്, കൂട്ടുകാർക്ക് സന്തോഷമാണ് പ്രൊമോഷൻ കിട്ടും, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷെ അത് റോങ് വേയിലാണ് നേടുന്നതെങ്കിൽ അത് മത്സരമാണ്. അപ്പൊ അതിനുവേണ്ടി ഗോസിപ്പിങ്ങോ ലോബിയിങ്ങോ ബ്രൈബിങ്ങോ ഒക്കെ നടത്തിയാൽ അത് റോങ് വേ, മത്സരമായിട്ട് കണക്കാക്കപ്പെടും. അപ്പൊ അതുപോലെയാണ് മലങ്കരയിൽ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് സ്ഥാപിച്ചത്? റൈറ്റ് വേയിലായിരുന്നു, ശരിയായ വഴിയിലാണ് IOC-ക്കാർ പോലും പറയില്ല. റൈറ്റ് തിങ് ബട്ട് ഇൻ എ റോങ് വേ, ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് റിബല്യൻ. അതൊരു മത്സരമാണ്. അപ്പൊ പെർസ്യൂയിങ് റൈറ്റ് തിങ്സ് ബട്ട് that was in a wrong way. ഇനി ദൈവികമായ കാര്യങ്ങൾ നമ്മുടെ സമയത്ത് നേടാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റായി പോകും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു 16 വയസ്സുള്ള പെൺകൊച്ച് ഒരു മനുഷ്യനെ കാണുകയാണ്, വെൽ സെറ്റിൽഡ് ആയിട്ട് നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇവള് പറയുകയാണ്, എനിക്ക് ഇയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം. പക്ഷെ ഷീസ് ടു യങ്, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിനൊന്നും ഉള്ള പ്രായമോ പക്വത ആയിട്ടില്ല. നല്ല കാര്യമാണ്, ആ വ്യക്തിയെ നോക്കിക്കഴിയുമ്പോൾ എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ ദൈവത്തിന്റെ ടൈമല്ല. അപ്പൊ ടൈം, ഉദാഹരണം പറഞ്ഞ കേട്ടോ, ടൈമിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ റൈറ്റ് തിങ്സ് അറ്റ് റൈറ്റ് ടൈം. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ സീസൺസിനെ കുറിച്ച് ശലോമോൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സോളമൻ റൈറ്റിങ്ങും സെയിന്റ് പോളിൻ റൈറ്റിങ്ങും നിങ്ങൾക്ക് നോക്കാം, സീസൺസ്. അപ്പൊ ടൈം ആൻഡ് സീസൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നല്ല കാര്യമാണെങ്കിലും പത്രോസ് ശ്ലീഹ എഴുതിയിട്ടുണ്ട് കേട്ടോ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, അല്ലെ, ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പൊ ആ ദൈവത്തിന്റെ ടൈം അല്ലാത്ത ടൈമിൽ നമ്മൾ സ്വയം ഉയർത്തുക, അതാണ് ഇന്ന് കാണുന്നത്. സ്വയമേ വരുത്തി വെക്കുക. ഒരു ക്ലാസിക് എക്സാമ്പിൾ ബൈബിളിലുണ്ട്. ദൈവം അബ്രഹാമിന് സന്തതിയെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ടൈമിന് കാത്തിരിക്കാതെ സാറാ പറഞ്ഞു, ദാണ്ട് അപ്പുറത്ത് കൂടാരത്തിൽ എൻ്റെ ദാസി കിടന്നുറങ്ങുന്നുണ്ട്, ആകാറ്, ഈ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഒന്നും പിള്ളേരുണ്ടാകത്തില്ല, അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് സാറ ഉന്തിത്തള്ളി വിടുന്ന അബ്രഹാമിനെ. അങ്ങനെ അബ്രഹാം ആ കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം പോയി. അങ്ങനെ ഇസ്മായിൽ ജനിച്ചു. അതിനെ തുടർന്നുള്ള അനന്തരഫലമായി ഇന്നും ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളിൽ 80% പ്രോബ്ലം, ഞാൻ പഴയ കഥയല്ല, ഇന്നത്തെ 2024 ലോകത്തുള്ള പ്രോബ്ലങ്ങളെ മുഴുവൻ നോക്കിയാൽ അതിൽ 80% പ്രോബ്ലങ്ങൾ നിങ്ങൾ ട്രേസ് ബാക്ക് ചെയ്താൽ ആ അഭിശപ്തമായ രാത്രിയിൽ സാറായുടെ വാക്ക് കേട്ട് അബ്രഹാം ഹാഗാറിന്റെ കൂടാരത്തിലേക്ക് പോയ ഒറ്റ ഇൻസിഡന്റ് ചെന്ന് നിൽക്കും. ട്രേസ് ബാക്ക് ചെയ്തോളൂ, അവിടെ ചെന്നെത്തും. അപ്പൊ അതാണ് ദൈവത്തിന്റെ ടൈം അല്ലാതെ നമ്മുടെ ടൈമിനെ സൃഷ്ടിക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം മത്സരമാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരുപാട് മത്സരങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതോറിറ്റി എന്താണ്, പവർ എന്താണ്, മത്സരം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് റെഫറൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. യെസ്, ധാരാളം റെഫറൻസസ് ഉണ്ട്. അതിൽ നമുക്കൊരു റെഫറൻസ് വേണമെങ്കിൽ നോക്കാം. ഇത് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ മോശയ്ക്കെതിരായിട്ട് മിരിയാം പെറുപിറുക്കുന്നുണ്ട്. മത്സരമാണ്, റിബല്യനാണ്. മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിക്കാൻ. അപ്പം ഇപ്പൊ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അവിടെ കിട്ടുന്നുണ്ട്. എന്റെ ദാസനായ മോശയും അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെ വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ.
അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കും നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞെന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹ്റോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അപ്പം ബൈബിളിന്റെ ഭാഷയിൽ കുഷ്ഠം പാപമാണ്, കുഷ്ഠരോഗം പാപത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ സൺഡേ സ്കൂൾ തൊട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ദൈവികമായ അധികാര വ്യവസ്ഥയോട് മത്സരിക്കുന്ന ആ വ്യക്തിയെ കുഷ്ഠരോഗിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ഉള്ളിലെ മത്സരങ്ങൾ, അധികാര വ്യവസ്ഥയോടുള്ള മറുതലിപ്പുകൾ മാറിപ്പോവാൻ. അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ക്ലെൻസിങ് ആണ്, വിശുദ്ധീകരണമാണ്. ആ പാട്ട് കുഷ്ഠം പൂണ്ടോർ സൗഖ്യം നേടി. അപ്പൊ ഈ കുഷ്ഠം പല രീതി, പാപം എന്ന് പലപ്പോഴും പ്രസംഗകർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ മിരിയാം അധികാര വ്യവസ്ഥയോട് മറുതലിച്ചതാണ് കുഷ്ഠം. അപ്പൊ ദൈവദത്തമായ അധികാരത്തോട് മത്സരിച്ച് നിൽക്കുന്നത് ദേ ആർ കൺസിഡേർഡ് ആസ് ലെപ്പേഴ്സ്. ഫിസിക്കലി ലെപ്പർ ആകണമെന്നില്ല, ശാരീരികമായിട്ട് അവർക്ക് കുഷ്ഠം ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരു സ്കിൻ ഡിസീസ് പോലും അവർക്കില്ലെന്നിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ നല്ലതായിരിക്കും ഫിസിക്കലി. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുമ്പോൾ നിഴലായിട്ടാണ് കാണുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ പൗലുസ്ലീഹ പറയാണ്, ദൈവത്തിന്റെ അധികാരത്തോട് മത്സരിക്കുന്നവൻ, അധികാരങ്ങളോട് മത്സരിക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മത്സരിക്കുന്നു. സിസ്റ്റം. ഗോഡ് ഹാസ് എ സിസ്റ്റം. എന്ത് സിസ്റ്റമാണ്? ഹെറാർക്കിക്കൽ സിസ്റ്റം. അപ്പൊ ആ ഒരു ഹെറാർക്കി നിലനിൽക്കുകയാണ്. ആ ഹെറാർക്കിയോടാണ് മത്സരിക്കുന്നത്, ദൈവദത്തമായ അധികാരത്തോട്. ഇപ്പൊ സുറിയാനി സഭയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ആ സഭയുടെ ലിറ്റർജി, ആ സഭയുടെ ട്രഡിഷൻ, ആ സഭയുടെ പിതാക്കന്മാർ, ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു പക്ഷെ അതിനോട് മത്സരിക്കുകയായിരിക്കും. മനസ്സിലായോ? സോ യു മസ്റ്റ് കൺസിഡർ ദ പാട്രിസ്റ്റിക്സ് ഓഫ് ഓർത്തഡോക്സ് ചർച്ച്, ദ തിയോളജി ഓഫ് ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് ദ ലിറ്റർജി ഓഫ് ദ ഓർത്തഡോക്സ് ചർച്ച്. If you consider these three together, ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മത്സര സ്വഭാവമുള്ളതാണ്. ആ മത്സരത്തെ മാറ്റണം. ഈ നമ്മൾ ഈ കാണുമ്പോൾ പെന്തക്കോസ്ത് വിശ്വാസം അനുസരിച്ചല്ല. ഞാൻ മുമ്പേ പറഞ്ഞ റെഫറൻസ് പറഞ്ഞായിരുന്നു, മാത്യു 22:32, ലൂക്ക് 20:38. ഈ രണ്ട് വാക്യങ്ങളിലും പറയുന്നതാണ്, ദൈവത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യന് മരിക്കുന്നില്ല. അപ്പൊ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ സജീവരാണ്, ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു പോയി എന്ന് ആരെക്കുറിച്ചാണ് പറയാൻ പറ്റുന്നത്? അപ്പൊ അവരുടെ കൂടെയുള്ള ഒരുമിച്ചുള്ള ഒരു യൂണിയനാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ആ വീഴ്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ദൈവിക അധികാര ശ്രേണി വ്യവസ്ഥയോട് നമ്മൾ മത്സരിച്ചിരിക്കുന്നു, മറുതലിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെയാണ് മിരിയാം തെറ്റ് ചെയ്തത്. ഈ
ഈ ഫെമിലിയാരിറ്റി ബ്രിങ്സ് കണ്ടംപ്റ്റ് എന്ന് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. അത് കുഞ്ചൻ നമ്പ്യാർ അത് സരസമായി മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിപരിചയാൽ അവജ്ഞ ഉളവായിടും. ഇവരെ സംബന്ധിച്ച് ഈ വിശുദ്ധ പദാർത്ഥങ്ങളെ കൈകാര്യം ചെയ്യുക, അതിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുകയും ചെയ്തപ്പോൾ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിച്ചു. അതാണ് മിരിയാമിന് സംഭവിച്ചത്. മിരിയാമിന് അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ അവസരം കിട്ടി, ജനങ്ങളുടെ മുമ്പിൽ പാട്ട് പാടാൻ അവസരം കിട്ടി. അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മിരിയാം ചിന്തിച്ചു, മോശയ്ക്ക് എന്തധികാരം കിട്ടി? എന്നെക്കാൾ എന്താണ് വ്യത്യാസം? ഞാനും മോശ ഒരുപോലെയല്ലേ, എന്താണ് മോശയ്ക്ക് ഇത്ര ശ്രേഷ്ഠതയുള്ളത്? അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച ആ മത്സരം അവളുടെ ശരീരത്തിൽ കുഷ്ഠമായി വെളിപ്പെട്ടു എന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. മനസ്സിലായി? ശരീരത്തിൽ. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ സുറിയാനി പിതാക്കന്മാർ ഈ കുഷ്ഠം സുഖപ്പെടാൻ വേണ്ടി, ഇത് നോമ്പിലെ പ്രാർത്ഥനയാണ്, നോമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, കുഷ്ഠരോഗി സുഖപ്പെട്ടു. ഇപ്പം നോമ്പിലെ 2ാമത്തെ ഞായറാഴ്ച തന്നെ കുഷ്ഠരോഗി സുഖപ്പെടുന്നതാണ് എവങ്കേലിയം വായിക്കുന്നത്. ആദ്യത്തെ ഞായറാഴ്ച വെള്ളം വീഞ്ഞാക്കുന്നതും 2ാമത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതുമാണ്. ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക, അതിനുശേഷം ഈ 50 ദിവസങ്ങളെ വായനാഭാഗങ്ങളിൽ വീണ്ടും കുഷ്ഠരോഗി സുഖപ്പെടുന്ന വായനാഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുഷ്ഠം എന്ന് പറയുമ്പോൾ പാപത്തെയാണ് പൊതുവായിട്ട് അത് പ്രതിനിധാനം ചെയ്യുന്നത്, എങ്കിലും അധികാര വ്യവസ്ഥയോടുള്ള മത്സരം. അപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്, സീസൺ ഓഫ് ക്ലെൻസിങ് ആണ്, റിസ്റ്റോറിങ് ആണ്. അപ്പോൾ സീസൺ ഓഫ് ക്ലെൻസിങ്ങിൽ നമ്മൾ എന്താണ്, മുറിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള കൃപയുടെ നീർച്ചാലുകളെ തുറക്കണം. എങ്ങനെയാണ് തുറക്കുന്നത്? ഇത് ദീർഘവർഷങ്ങളായിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്, കൊട്ടി അടച്ചിരിക്കുകയാണ് കവാടങ്ങൾ. അപ്പൊ ദൈവകൃപയുടെ ഒഴുക്കിനെ നമ്മിലേക്ക് വരാതെ വണ്ണം നമ്മൾ തടഞ്ഞിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം കേട്ടോ. പലപ്പോഴും ഈ ഓർത്തഡോക്സ് വർഷിപ്പിന്റെ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൽ നിൽക്കുന്നവരുണ്ട്. ഓർത്തഡോക്സ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വർഷിപ്പ് ചെയ്യുന്നു എന്നല്ല. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഇന്ന് പുലർത്തുന്ന ഈ പ്രതിലോമ മനോഭാവം കൊണ്ട്, മത്സര സ്വഭാവം കൊണ്ട് ധൂപം കാണിച്ചാൽ ആ ധൂപം എവിടെയാണ് എത്തുന്നത്, ആരാണ് സ്വീകരിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, ചില വർഷങ്ങളായിട്ട് തന്നെ ഓർത്തഡോക്സ് വർഷിപ്പിന്റെ പവർ ആൻഡ് ബ്യൂട്ടി പല സെഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ, പല ആളുകളും സന്തോഷം പ്രകടിപ്പിച്ച് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഇന്നതിൽ പല ആളുകളും നീരസം പ്രകടിപ്പിക്കുകയും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികം. പക്ഷെ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ധൂപം എവിടെ എത്തും? നിങ്ങൾക്ക് ഉത്തരവുണ്ടോ അതിന്? എവിടെയാണ് എത്തുന്നത്? വട്ടശ്ശേരി തിരുമേനിക്ക് വരെ സ്വീകരിക്കാൻ പറ്റും, പരിമല തിരുമേനിയുടെ അടുത്ത് ചെല്ലില്ല. ദാറ്റ്സ് ഫോർ ഷുവർ. നിങ്ങൾ അണയ്ക്കുന്ന ധൂപം വട്ടശ്ശേരി തിരുമേനിയുടെ അവിടെ വരെ എത്തുള്ളൂ. ഇനി വട്ടശ്ശേരി തിരുമേനിയുടെ അവിടെ എത്തുമെന്നുള്ളതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. കാരണം വട്ടശ്ശേരി തിരുമേനി മരിക്കുന്നതിന് മുമ്പ് ഒരു യെരുശലേം യാത്ര നടത്തി. അദ്ദേഹം പാത്രിയർക്കീസ് ബാവയുടെ അടുത്ത് പോയി കുമ്പസാരിച്ച് തൻ്റെ മുടക്ക് മാറ്റി ആള് മിടുക്കനായി തിരിച്ചു വന്നു. എന്നിട്ടാണ് മരിച്ചത്. മരണത്തിന് തൊട്ടു മുമ്പ് 34 ഭരണഘടനയെ നിശ്ചിതമായി വിമർശിക്കുകയും ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു. അത് ചുറ്റും നിന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതേ തുടർന്നുള്ള ചില പ്രോബ്ലങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ പരാമർശിക്കാൻ പോലും പറ്റില്ലാത്ത തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളാണ്, അഹിതമായ കാര്യങ്ങളാണ്. അപ്പോൾ എവിടെ ചെല്ലും? ധൂപം എവിടെയാണ് ചെല്ലുന്നത്? Can someone educate me? എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കാര്യങ്ങളെ നിഷ്പക്ഷമായും സത്യസന്ധമായും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നോമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കുഷ്ഠം പൂണ്ടവർ സൗഖ്യം പ്രാപിക്കും. അന്ധന്മാർ കാഴ്ച
തന്നെ അയച്ച പിതാവാദിധന്യൻ. മനസ്സിലായോ? അപ്പൊ ഈ കുഷ്ഠം സുഖപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ആ പാട്ട് പാടി നിർത്തുന്ന എന്താണ്? തന്നെ അയച്ച പിതാവ് അതിധന്യൻ. അപ്പൊ ഒരു അതോറിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതാണ് യേശുക്രിസ്തു പറഞ്ഞു. അപ്പൊ അതോറിറ്റി, റെപ്രസെന്റഡ് അതോറിറ്റി. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ ഈ ഒരു അധികാരം, ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അതോറിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ് യേശുക്രിസ്തു പറഞ്ഞു. ഇവിടെ നമ്മൾ പറയാണ് തന്നെ അയച്ച പിതാവ് അതിധന്യൻ. തന്നെ അയച്ച പിതാവ് അതിധന്യൻ എന്ന് പറഞ്ഞാൽ അധികാര ശ്രേണി വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അധികാര ശ്രേണി വ്യവസ്ഥയിൽ നിലനിൽക്കാതെ എന്തെങ്കിലും ചെയ്ത് എത്ര മനോഹരമായി ചെയ്തു എന്ന് പറഞ്ഞിട്ടോ എത്ര സ്മാർട്ടാണ് എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് തിങ്സ് റോങ് വേ ചെയ്താൽ അത് മത്സരമാണ്. റൈറ്റ് തിങ്സ് നമ്മുടെ ടൈമിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ അത് മത്സരമാണ്. അതുകൊണ്ട് മത്സരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മത്സരമാണ്. ഇപ്പൊ ദൈവത്തോട് മത്സരിക്കുക എന്നുള്ളതാണ് റിബല്യൻ എന്ന് പറയുന്നത്. അതാണ് അധികാരത്തോടുള്ള മത്സരം. അധികാരത്തോടുള്ള മത്സരം. ഈ കാര്യമാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ആൻഡ് നോ മാൻ ടേക്ക് ദിസ് ഓണർ ആൻഡ് ടു ഹിംസെൽഫ്, ബട്ട് ഹി that is called of God. But he that is called of God. അപ്പൊ ദൈവം വിളിക്കുന്നവനല്ലാതെ സ്വയം എടുക്കരുത്. ഡു നോട്ട് ടേക്ക് ദിസ് ഓണർ ബൈ യുവർ ഓൺ. അപ്പൊ ദൈവം വിളിച്ച, അപ്പം ഈ പെന്തക്കോസ്റ്റൽ തിയോളജിയിലേക്ക് നമ്മൾ പോകും. പെന്തക്കോസ്റ്റൽ തിയോളജിയിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടു അല്ലെ തോന്നി ദൈവം വിളിച്ചതാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ്. ദൈവം വിളിച്ചതാണ്. ഇപ്പൊ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ദൈവം വിളിച്ച. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ദൈവം വിളിക്കുന്ന ഒരു മനുഷ്യനിലൂടെയാണ്. നിങ്ങൾക്കറിയാം, ഈ പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം, അവിടെ നിങ്ങൾക്കൊരു മനുഷ്യനെ കാണാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 ആണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണത്. കൈസറിയയിൽ ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർണലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു പോന്നു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർണലിയോസെ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. ഇപ്പൊ നിങ്ങൾ മനസ്സിലായോ, ഒരു മനുഷ്യൻ കൊർണലിയോസ് എന്ന് പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു ശതാധിപനാണ്, ഹൈ ഒഫീഷ്യലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കും. ഹി വാസ് എ പ്രയർഫുൾ മാൻ. പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പിന്നെ വളരെ ധർമ്മം കൊടുക്കുന്ന ഒരാളായിരുന്നു.
ജനത്തിന്റെ ഇടയിൽ വലിയ അഭിപ്രായമുള്ള ആളായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. പിന്നെ ഒരു ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. വല്ല കാര്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ കാര്യം എന്നാ? ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതിനല്ല ദൂതൻ ഇവനെ പേരെടുത്ത് വിളിക്കുക, കൊർന്നേലിയോസേ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു. കൊർന്നേലിയോസ് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താണെന്ന് കർത്താവ് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ ധർമ്മവും പ്രാർത്ഥനയും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഒരു ദൂതൻ, അതായത് വളരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, വളരെ ധനികനായ മനുഷ്യൻ കൊർന്നേലിയോസ്, വളരെ പവർ അതോറിറ്റിയുള്ള മനുഷ്യൻ, ഒരു ശതാധിപനാണ്, ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുള്ള മനുഷ്യൻ, വളരെയധികം ധർമ്മം കൊടുക്കുന്ന, ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാള്. ഇതൊന്നും പറയാനിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആള്. ഹി വാസ് എ പ്രയർഫുൾ മാൻ. അത് തന്നെയല്ല, ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പുള്ളിക്ക്. ഇത്രയും പോരെ ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റ് ഉണ്ടാക്കാൻ? സ്വന്തമായിട്ട് ഒരു കാതോലിക്കേറ്റ് വെക്കത്തില്ലേ? ഇതിനകത്ത് ഇത് വല്ലതും ഉണ്ടോ ഈ വട്ടശ്ശേരി തിരുമേനിയുടെ കാര്യത്തിൽ? അങ്ങനെ പറ്റി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഒരുപാട് ധർമ്മം കൊടുത്തെന്നോ, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നെന്നോ? ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വിശുദ്ധനാന്ന് പറഞ്ഞിട്ട് ആ കവറങ്കിലൊന്നും ഒരു മനുഷ്യനും പോകുന്നില്ല. കൊർന്നേലിയോസിനോട് ദൂതൻ പറഞ്ഞ എന്നാന്നറിയോ? കുറിപ്പ് എഴുതി കൊടുത്തു, പ്രിസ്ക്രിപ്ഷൻ. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ, ശീമോൻ എന്ന് പേരുള്ള ഒരുത്തൻ, പത്രോസ്ലിഹയ, ഫസ്റ്റ് വീടാണ് താമസിക്കാൻ പറ്റിയ. ഇവിടെ കൊർന്നേലിയോസിന്റെ വീട് പറഞ്ഞാൽ മാളിക. പത്രോസ്ലിഹ കിടക്കുന്ന എവിടെയാണെന്നറിയോ? കടാപ്പുറത്ത്. കന്ന് എന്നാ കന്നും കൂട്ടത്ത്. ഇവ മുക്കുവനാണല്ലോ, അപ്പൊ ആ ടൈപ്പ്. കടാപ്പുറത്ത് ഒരു തോൽക്കൊല്ലൻ, തോലെ പണിയുന്നവൻ, അവന്റെ വീട്ടിൽ നാറ്റവ. നിങ്ങൾ ഈ തോല് ഊറക്കിടുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു തോല് ഊറക്കിടുന്ന ഒരു സ്ഥലം. എന്തോരം മണമെന്ന് പറയാം. അങ്ങ് അകലേന്ന് വരുമ്പോഴേ മണോ. അപ്പൊ ആ ഭാഗം വരുമ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചോണ്ട് ഓടുമായിരുന്നു, സ്പീഡിൽ ഓടും. അപ്പൊ അമ്മ എന്നോട് പറയും, ഓടാടാന്ന് പറയും, കാരണം വല്ല വണ്ടി വന്നാലോ. പക്ഷെ ഈ സ്ഥലം പാസ് ചെയ്യാൻ വേണ്ടി ഓടിപ്പോ, അത്രയ്ക്ക് ദുർഗന്ധമാ. അപ്പൊ ഈ തോലെ പണിയുന്നവന്റെ വീട്ടിൽ മണവും നാറ്റുവാ. എന്നിട്ട് ഈ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്നുള്ളവർ തപ്പി ചെല്ലുമ്പം ഈ പത്രോസ് കിടന്ന് ഉറക്കവാ. ഒരാത്മീയ, നമ്മുടെ കൊർന്നേലിയോസ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എപ്പൊ നോക്കിയാലും പ്രാർത്ഥന വെച്ച് പല അധികര ചൂതാര പല പല ശന്തര പല 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 ഇങ്ങനെ ഗ്ലോറി ഫുൾ ടൈം പ്രാർത്ഥനയാണ്. പക്ഷെ പത്രോസ് ചുമ്മാ അവിടെ കിടന്നു. എവിടെ കിടന്ന? ഒരു ദരിദ്രവാസിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പക്ഷേ ഗോഡ്സ് അതോറിറ്റി വെസ്റ്റഡ് അപ്പോൺ ഹിം. ദൈവത്തിന്റെ അധികാരം പത്രോസ് ശ്ലീഹയുടെ മേലാണ്. ഇവൻ ദാനം കൊടുക്കുന്നുണ്ട്, ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്. ഇവന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ദൂതൻ വന്നിട്ടുണ്ട്, ദൂതനെ ഇവൻ കണ്ടു, എല്ലാം റെഡിയാണ്. പക്ഷേ പത്രോസ് ശ്ലീഹയെ വിളിക്കണം. വീടിൻ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും. വീടിൻ ഭരണം ശീമോനും സുവിശേഷാണ്. യോഹന്നാനെ പത്രോസിനെ വിളിക്കടാ. ഈ പത്രോസിനെ വിളി. നിന്റെ ഗൃഹം രക്ഷിക്കപ്പെടുവാനുള്ള വചനങ്ങൾ അവൻ പറയും. സെയിം സംഭവമാണ്. നിങ്ങൾ നോക്കുമ്പോ പൗലൂസ് നോക്ക, ശൗലിനെ നോക്കുമ്പോ ശൗലിന് ദൈവം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ കൊർന്നേലിയോസിന് ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത്. ശൗലിന് യേശു പ്രത്യക്ഷപ്പെട്ടു. ശൗല് മിനിസ്ട്രി തുടങ്ങി, പ്രസംഗം തുടങ്ങി. ഒത്തിരി പേര്
കൃപയിലേക്ക് വന്നു. വലിയ സന്തോഷമായി. 14 കൊല്ലം മിനിസ്ട്രി നടത്തി. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണബാസുമായി തീത്തോസിനെയും കൂട്ടി വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഒരു വെളിപ്പാടനുസരിച്ചത്രേ ഞാൻ പോയത്. ഞാനൊരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്. ഞാനൊരു വെളിപ്പാടനുസരിച്ച്. എന്താണ് പൗലോസ്ലിയാക്ക് കിട്ടിയ വെളിപ്പാടെന്നറിയാമോ? ഞാൻ ഓടുന്നതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി ചെയ്യായിരുന്നു പൗലോസ്ലിയ. 14 കൊല്ലം. 14 കൊല്ലത്തെ മിനിസ്ട്രിക്ക് ശേഷം പൗലോസ്ലിയാക്ക് ഒരു വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാട് താൻ ഓടിയതോ പാസ്റ്റ് വർക്ക്സും പ്രസന്റ് വർക്ക്സും വെയിനായി പോകാതെ, പാഴായി പോകാതെ, ഞാൻ ഓടുന്നതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ യെരുശലേമിലേക്ക് പോയി. അപ്പൊ ഒരു വെളിപ്പാടനുസരിച്ചാണ് ഞാൻ പോയത്. ഒരു വെളിപ്പാട് അനുസരിച്ച്. അങ്ങനെ യെരുശലേമിൽ ചെന്നു. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ജെയിംസ്, കെഫാസ് ആൻഡ് ജോൺ who seemed to be pillars. ഇതുണ്ടോ പൗലോസ്ലിയ കേഫ എന്നുള്ള പേര് എടുത്തെഴുതുന്നേ? കേഫ പാറയാണ്. ഈ കേഫാമേലാണ് സഭ പണിയുന്നത്. ഈ കേഫായോടുള്ള കൂട്ടായ്മയുടെ വലം കൈയില്ലാതെ തുടർന്ന് ശുശ്രൂഷ ചെയ്താൽ അത് പാഴായിരിക്കും എന്നുള്ള വെളിപ്പാടാണ് പൗലോസ്ലിയക്ക് കിട്ടുന്നത്. It took 14 years. കാരണം യേശുക്രിസ്തുവിന്റെ ദർശനം കിട്ടിയ ആളാണ്, യേശുവിന്റെ ശബ്ദം കിട്ടിയ ആളാണ്. ദാറ്റ് മെയ്ഡ് ഹിം ലിറ്റിൽ പ്രൈഡ്. ഞാനെന്തിനാണ്? എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരെയൊന്നും കാണാൻ ഞാൻ പോയിട്ടില്ല. എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പൗലോസ്ലിയ. ഞാൻ അവനെയൊന്നും കാണാൻ പോകത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വതന്ത്ര കാതോലിക്കേറ്റാണ് പൗലൂസ് സ്ഥാപിച്ചത്. 14 കൊല്ലം കഴിഞ്ഞപ്പോൾ പൗലൂസിന് വെളിപ്പാട് കിട്ടി, തന്റെ ഓട്ടം വെറുതെയാണ്. വീടിൻ ഭരണം ശീമോനെ സുവിശേഷ യോഹന്നാനെ, യാക്കോബിനെ, പത്രോസിനെ പോയി കണ്ടു. വീടിന്റെ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും. കൂദാശകൾ യാക്കോബിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പൗലോസ് പോയി കൈ കൊടുത്തു. കാരണം താൻ ഓടുന്നതും വെറുതെ എന്ന് വരാതിരിപ്പാൻ. പുഷ്ടം പൂണ്ടോ സൗഖ്യം നേടി അന്ധന്മാർ കാഴ്ച പ്രാപിച്ചു തൻധ്വനി കേട്ട മൃതരുധിതരാ ഓടി മുടന്തന്മാർ ശീഘ്രത്തിൽ തന്നയച്ച പിതാവാദി ധന്യൻ. നികടം പ്രാപിച്ച രോഹിണിയിൽ വസ്ത്രത്താൽ സൗഖ്യം കാൺചേർത്തു. യായിരോസിന്റെ വൃദ്ധയായ പുത്രിക്കുയിരേകി നമ്മുടെ മേൽ തൻ ദയ വർഷിച്ചു സംസ്തുത്യൻ. മിരിയാം വെളുത്ത് കുഷ്ഠരോഗിണിയായി തീർന്നു. പൗലോസിന് മനസ്സിലായി, ദിസ് ഈസ് ഡേഞ്ചറസ്. തൻ്റെ ഓട്ടം, തൻ്റെ അധ്വാനം, തൻ്റെ ഉറക്കളപ്പ് എല്ലാം പാഴായി പോകും എന്ന് മനസ്സിലായി.
പൗലോസ് പറയാണ്, എനിക്കൊരു വെളിപ്പാട് കിട്ടി, ഞാൻ ഓടിയതോ ഓടുന്നതോ വെറുതെ ആയിപ്പോയി എന്ന് വരാതിരിക്കേണ്ടതിന് I went up to Jerusalem and I met Cephas there. എന്തോ അത്ഭുതമല്ലേ? ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചു പോകുന്ന തോമാസ് ലീഹായെ പറ്റി ഒരു പ്രിമിയൻ ഷുദറായിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ കേഫായെ കാണാൻ അത്യന്തം കാംക്ഷിച്ചു. ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചിട്ട് പറയാണ്, ഞാൻ കേഫായെ കാണാൻ കാംക്ഷിച്ചു. പൗലോസിലേക്ക് 14 കൊല്ലം കഴിഞ്ഞപ്പോ ആ വെളിപ്പാട് കിട്ടി. That's a true revelation. ജീവൻ നൽകുന്ന വെളിപ്പാട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മത്സരത്തിന്റെ കുഷ്ഠം ഈ നോമ്പ് കാലത്ത് മാറിപ്പോകുവാൻ, ഇന്നിപ്പോ ആദ്യ നോമ്പാണ്. എ കൈൻഡ് ഓഫ് കുഷ്ഠമായിരുന്നു അബ്ഗാർ രാജാവിന്. സ്കിൻ ഡിസീസ് ആയിരുന്നു. കുഷ്ഠരോഗം പല വിധത്തിലുള്ളതുണ്ട്. അബ്ഗാർ രാജാവ് യേശു തമ്പുരാനോട് അപേക്ഷിച്ച് ഒരു കത്ത് അയച്ചു. സുറിയാനി സഭ ഇന്ന് ഓർക്കുകയാണ് അബ്ഗാർ രാജാവിനെ. സുറിയാനി പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക് അബ്ഗാർ രാജാവിന്റെ സ്മരണയൊന്നുമില്ല. ഒരുപക്ഷെ അടുത്ത വർഷമൊക്കെ ചെയ്തെന്നിരിക്കും. എത്ര ധന്യമായ പാരമ്പര്യം, എത്ര പുരാതനമായ സഭ. 90 വർഷം മാത്രം പഴക്കമുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗവും അബ്ഗാർ രാജാവിനെ അനുസ്മരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് അബ്ഗാർ രാജാവിനെ അനുസ്മരിക്കുന്നത്? എവിടെ നിന്നാണ്? Can anyone educate me? വളരെ ദയനീയമാണ്, വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. എല്ലാ നന്മകളെയും നിരസിച്ചിട്ട്, എല്ലാ പൈതൃകങ്ങളെയും നിഷേധിച്ചിട്ട് വീണ്ടും നിങ്ങളൊരു മിമിക്രി നടത്തുന്നു അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് എ മിമിക്കിങ്. യു ആർ മിമിക്കിങ്, യു ആർ ഇമിറ്റേറ്റിംഗ്. ഈ മിമിക്രി നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്? ആരെയാണ് കളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ ഇത് ശുദ്ധ പൗരോഹിത്യം അല്ലാതെ, കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവരെ വഞ്ചിക്കാൻ, ജനങ്ങളെ വഞ്ചിക്കാൻ. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ട്രൂത്ത്ഫുൾ ആകാൻ കഴിയില്ല. അതാണ് നിങ്ങൾ ഓടിയതും നിങ്ങൾ ഓടുന്നതും വൃഥ എന്നാകും. പൗലോസിലേക്ക് മനസ്സിലായി, താൻ ഓടുന്നതും ഓടാൻ പോകുന്നതും ഓടിയതും എല്ലാം പാഴായിപ്പോകും. അത് പാഴാകാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഐ ഹാവ് ടു ഗോ അപ് ടു ജെറുസലേം. ഐ ഹാവ് ടു മീറ്റ് കേഫാസ്. കൊർന്നേലിയോസിന്റെ അടുത്ത് ദാനം ചെയ്തവനാണ്, വളരെ പ്രാർത്ഥിക്കുന്നവനാണ്, ജനങ്ങൾക്ക് മതിപ്പുള്ളവനാണ്, വലിയ സമ്പന്നനാണ്. അയ്യോ, കൊർന്നേലിയോസിന്റെ വീടൊക്കെ കാണണം. കണ്ടാൽ നിലത്ത് ചവിട്ടാൻ തോന്നുന്നില്ല. അതുപോലത്തെ പത്രോസ് കിടക്കുന്നത് തോൽക്കൊല്ലന്റെ വീട്ടിൽ, കടപ്പുറത്തെ വീടെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, തോൽക്കൊല്ലനാണ്. തോലെ പണിയുന്നതിന്റെ വീട്ടിൽ കിടക്കുക. അവനെ വിളിച്ചോളാൻ പറഞ്ഞു. ദൂതനെ കണ്ടു, പ്രാർത്ഥിക്കുന്നവരാണ്, വിശേഷമില്ല. ദൈവത്തിന്റെ അധികാര വ്യവസ്ഥയോട് മത്സരിക്കാൻ പാടില്ല. സോ എല്ലാത്തരം മത്സരത്തിന്റെ കുഷ്ഠ സ്വഭാവങ്ങളും മാറിപ്പോകാൻ ഈ നോമ്പ് കാലത്തെ ശുദ്ധീകരണം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. May God bless you. കുഷ്ഠം പൂണ്ടോ സൗഖ്യം നേടി, അന്ധന്മാർ കാഴ്ച പ്രാപിച്ചു, തൻധ്വനി കേട്ട മൃതരുധിതരാ ഓടി മുടന്തന്മാർ ശീഘ്രത്തിൽ നികടം പ്രാപിച്ച രോഹിണിയിൽ വസ്ത്രത്താൽ സൗഖ്യം. ഇവിടെ ഈ കമന്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന മാത്യു വർഗീസ്
അതുപോലെ വേറൊരു പേര് കണ്ട്, തോമസ് ഈപ്പൻ, മാത്യൂസ് വർഗീസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊന്നും നിങ്ങളെ ബാധിക്കുകയല്ല. നിങ്ങളുടേത് വലിയ സഭയാണ്, നിങ്ങളുടെ രോമത്തെ പോലും ചലിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ എല്ലാ ദിവസവും വിത്തൗട്ട് എനി ഫെയിൽ എൻ്റെ ലൈവിന്റെ കീഴെ നിങ്ങൾ വന്നിരുന്ന് കരയുന്നുണ്ട്. എന്തിനാ ഇത്രയും കരയുന്നു? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല വീട്ടില്? നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ പോയി നോക്ക്. ഭയങ്കര കരച്ചിലാണല്ലോ അവിടെ പോയി. അധികാര വ്യവസ്ഥയോട് മറുതലിച്ച് ആത്മീക കുഷ്ഠം ബാധിച്ചിരിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളുടെ കുഷ്ഠവും മാറിപ്പോകാൻ വേണ്ടി സത്യസുറിയാനി സഭയിലെ അംഗങ്ങളായി ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഇവന്റെ ഈ പറഞ്ഞ ഈ വർഗീസിന്റെയും ഈപ്പന്റെ ഒക്കെ കുഷ്ഠം മാറിപ്പോട്ടെ. തലമുറകളായിട്ട് കുഷ്ഠം ബാധിച്ചിരിക്കാൻ. കുഷ്ഠം പൂണ്ടോ സൗഖ്യം നേടി, അന്ധന്മാർ കാഴ്ച പ്രാപിച്ചു, തൻധ്വനി കേട്ട മൃതരുധിതരാ ഓടി മുടന്തന്മാർ ശ്രീ